അങ്ങനെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ ഒരു ആക്രമണമല്ല, ബ്ലേഡ് കൊണ്ടുള്ള ആക്രമണം. ബ്ലേഡ് കൊണ്ടുള്ള ആക്രമണം, ആ ആക്രമണം മാത്രമല്ല, അതിൻ്റെ പിന്നാലെ ഇവർ പോലീസ് അവരെ ബ്ലേഡ് വെച്ച് ആക്രമിച്ചു എന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത് അതിലൊരു SFI പ്രവർത്തകനെ ഇന്നിപ്പോൾ രാവിലെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അൽ അമീൻ, കാട്ടാക്കടക്കാരനാണ്, വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുമായിരുന്നു. കാട്ടാക്കടയിൽ നിന്നാണ് പിടിച്ചിരിക്കുന്നത്. കാരണം ഇവർ ഈ ബ്ലേഡും കൊണ്ട് പോലീസിനെ ആക്രമിച്ചു. നമ്മൾ ഇപ്പോൾ ഒരുപാട് പോലീസുകാർക്ക് പരിക്ക് പറ്റി, അത് എങ്ങനെയാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അന്നേരമാണ് ഈ ബ്ലേഡ് കണ്ടെത്തുന്നത്. അത് വെച്ച് പോരിയിട്ടുണ്ട്, പോലീസുകാർക്ക് ആ രീതിയിൽ പരിക്കുണ്ടായിട്ടുണ്ട്. അതിന് ശേഷം ഇവരെന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞത് ഇപ്പോൾ പോലീസുകാർ ഇവരെ ബ്ലേഡ് വെച്ച് ഉപദ്രവിച്ചു. അങ്ങനെയാണ് SFIയുടെ ചില നേതാക്കന്മാരൊക്കെ ബൈറ്റ് നമ്മൾ കണ്ടിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. അതെ, അത് തന്നെയാണ് MA റഹീം, മറ്റേ DYFIയുടെ നേതാവായിട്ടുള്ള A റഹീം, ഇപ്പോഴും DYFI പ്രസിഡന്റ്. അതെ, അപ്പോൾ അവരെല്ലാം കൂടെ ചേർന്ന് ഇത് നേരെ തിരിച്ചു. കാരണം ഇവരെ അങ്ങോട്ട് പോലീസിനെ ആക്രമിച്ചു, എന്നിട്ട് ഇതിങ്ങനെ തിരിച്ചു. അതിനെ തുടർന്നാണ് ഇന്നലെ ബ്ലേഡ് സലാം എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. എന്താണെങ്കിലും ഇന്നിപ്പോൾ രാവിലെ ഒരാളെ പിടിച്ചു. ബാക്കി ഇനിയും SFIയുടെ സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി, അതിനുശേഷം പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഒരുപാട് പ്രതികളുണ്ട്. എല്ലാത്തിനെയും പോലീസ് പൊക്കാനുള്ള നീക്കത്തിൽ. ഈ അല്ലമീൻ്റെ വീട് എങ്ങനെയാണെന്നുള്ള ആദ്യം നോക്കണം. വലിയ വീടാണോ കൊച്ചു വീടാണെങ്കിൽ നമ്മുടെ മുൻ മന്ത്രി അപ്പൂപ്പൻ്റെ സംഘം ഇപ്പോൾ തന്നെ ആ വീട്ടിലെത്തി വീടിൻ്റെ സ്ഥിതിയൊക്കെ മനസ്സിലാക്കിയിട്ട് അവരത് പ്രത്യേകം പോസ്റ്റ് ഇടും. അവനെ പിടിച്ചോണ്ട് പോയി എന്നുള്ളത് അതീവ രഹസ്യമായിട്ട് ബ്ലേഡ് ഉപയോഗിക്കുക എന്നുള്ളത് ഈ പോക്കറ്റ് അടിക്കാർ ഒരു ശീലമാണ്. അവർ വിരലിനടിയിൽ വയ്ക്കുന്നതാണ്. ഇവർ വിരലിനിടയിൽ കയറ്റി കട്ട് ചെയ്ത് അതിങ്ങനെ വെച്ച് മുറിക്കുകയാണ്. പരിശീലനം വേണമെന്നാണ് പറയുന്നത്. നല്ല പരിശീലനം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. ആ ബ്ലേഡ് ഈ ബാഗ് കീറി എടുത്താനാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അതെ. അപ്പം ഈ ബ്ലേഡ് വെച്ചുള്ള മുറിക്കാനെന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് കെട്ടിയിരുന്ന വടം. എനിക്ക് തോന്നുന്നത് സ്റ്റഡി ക്ലാസ്സിൽ കിട്ടിയ പാഠമായിരിക്കും ചിലപ്പോൾ ഇത് വടം മുറിക്കണം എന്താണ് ചെയ്യേണ്ടത്. കഴിഞ്ഞ 10 വർഷം ഒന്നും ചെയ്താൽ വിശ്രമ ജീവിതം നയിച്ചിരുന്നുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതെ, അപ്പോൾ ഇനി നേരിട്ടുള്ള ഈ അറ്റാക്കിന് പകരം ഇത് വടം മുറിക്കുക, അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതായത് ഇവരുദ്ദേശിച്ചത് ഈ ബാരിക്കേഡുകൾ തമ്മിൽ ഈ വടം വെച്ചിട്ടാണ് കൂട്ടിക്കെട്ടുന്നത്. അപ്പം ആ സൈഡ് വെച്ചിട്ട് ഇങ്ങനെ ഇത് വെച്ചിങ്ങനെ അറുത്ത് കഴിഞ്ഞാൽ ഈ വടം പോവും. ആ വടം പോകുന്ന കൂട്ടത്തിൽ ഇത് തള്ളി മറിച്ചിടാം എന്നാണ്. അതാണ് ഇവരുടെ ഒരു പോലീസിൻ്റെ ഒരു ഭാഷ്യം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു വടം ഒരു ബ്ലേഡ് കൊണ്ട് എത്ര നേരം അറുത്താ മുറി. അറിഞ്ഞും ബഹളം നടക്കാനിടയിൽ കൂടെ അറക്കാൻ പോയാലും പോലീസുകാർ കാണൂല, അല്ലെങ്കിൽ അപ്പുറത്ത് അല്ലെ ആക്സോ ബ്ലേഡ് കൊണ്ടുവച്ച് അറക്കണം. അതാകുമ്പോൾ പെട്ടെന്ന് മുറിക്കാം. അപ്പൊ അതല്ല, ഇവര് മൂർച്ചയേറിയ ബ്ലേഡുമായിട്ട് വന്നത് പോലീസുമായിട്ട് സന്നാഹം ഉണ്ടാകുമ്പോൾ പോന്തി വിടാൻ വേണ്ടി. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലേ, പഴയ സ്കൂളാണിത്. ബേബി സഹാവ് ഇങ്ങനെ പോയത് സ്റ്റഡി ക്ലാസിന്റെ ഭാഗമാണ്. അവര് പോലീസിനെ പൂളുന്നതിന് വേണ്ടി തന്നെയാണ് കൊണ്ടുവന്നത്, മാർക്ക് ചെയ്ത് വിടുന്നതിന് വേണ്ടി തന്നെയാണ് കൊണ്ടുവന്നത്. അങ്ങനെ തന്നെ ഉരയുകയും ചെയ്തു. അങ്ങനെ 1-2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. അതിനുശേഷം ഇവർ നടത്തിയ നാടകമാണ് നമുക്ക് സഹിക്കാൻ വയ്യാത്തത്. ഇവരുടെ കൂട്ടത്തിൽ ഒരുത്തനെ ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ട് അവൻ്റെ പുറകുവശം മൊത്തം ബ്ലേഡ് കൊണ്ട് വരഞ്ഞതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൂട്ടിയിരിക്കുകയാണ്. അതാണ് സംഭവിച്ചത്. അത് ചെയ്യണം, എല്ലാവരും കൂടി രീതി എടുക്കണം. ഇതൊക്കെ ഏത് ബാർബർ ഷോപ്പിൽ നിന്ന് അവർ അടിച്ചുകൊണ്ടെന്നാണെന്നുള്ള ദൈവത്തിനറിയാം. ഇതെന്നോ അവിടെ ഉപയോഗിക്കാതെ കിടന്ന ബ്ലേഡങ്ങാനുമായിരിക്കും, അല്ല ഇത്രയും ബ്ലേഡ് ഒരുമിച്ച് എങ്ങനെ കിട്ടും? അതെ. അപ്പോൾ എന്നിട്ട് ഈ ബ്ലേഡ് നിലത്ത് വീണത് പോലീസ് തപ്പിയപ്പോഴാണ്. മാത്രമല്ല പോലീസുകാരുടെ നേരത്തെ പരിക്ക് വന്നപ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത്. അവരെ ഇതുപോലെ ഇത് വെച്ചിട്ട് പൂളിയതാണ്. അതെ, അല്ല ഇത് വളരെ വിചിത്രമാണ് ഇവരുടെ ഈ ഗറില്ല വാർഫെയർ രീതികൾ. ഗോതം ഭാഷ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ EMS അക്കാഡമിയിലൊക്കെ അവർക്കിടയ്ക്ക് പഠന ക്ലാസ് സംഘടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കണ്ണൂരിന്നെങ്ങാനും കൊണ്ട് ഇറക്കിയ പരിപാടിയാണെന്നല്ലേ ഈ ബ്ലേഡ് വെച്ചുള്ള ഈ ഒരു പരിപാടി. കാരണം ഇവർക്ക് ഒരുപാട് ഇങ്ങനെ വിചിത്രമായ ആക്രമണ രീതികളുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നായിരിക്കാം ഒരു പക്ഷേ. പണ്ട് ഈ അള്ള് എന്ന് പറയുന്ന സാധനം നമ്മുടെ കേരളത്തിൽ ഏറ്റവും വ്യാപകമാക്കിയത് CPM-കാരായിരുന്നു. നമുക്കറിയില്ല, പണ്ട് ഈ ബന്ദ് നടക്കുമ്പോൾ അള്ളു വെച്ച് ഈ വരിക പോകുന്ന ഈ ബസ് അല്ലാതെ ചെന്നിരിക്കുക. ബസ് ഏത് വാഹനം ബന്ദിൻ്റെ ദിവസം പുറത്തിറങ്ങിയാൽ ഈ അള്ളു വയ്ക്കും. അള്ള് എന്നുള്ള ആ ഒരു ഇങ്ങനെ 3 അറിയാമല്ലോ, അള്ള് 3 കോണുള്ള 3 കൂർത്ത ഭാഗങ്ങളുള്ള സാധനം. എങ്ങനെ ഇട്ടാലും അതിൻ്റെ ഒരു ഭാഗം മുകളിൽ തന്നെ നിൽക്കും. അപ്പോൾ അള്ള് പണ്ട് ഇറക്കിയതുപോലെ ഇനി അടുത്ത് ബ്ലേഡിൻ്റെ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കണമെന്നൊരു സംശയമുണ്ട്. കാരണം ഈ നേതാക്കന്മാർ പലരും താടിക്കാരായതുകൊണ്ട് ഇവർക്ക് ഷേവ് ചെയ്യാൻ ബ്ലേഡ് വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലേഡ് വേറെ എവിടെയെങ്കിലും പോയി സംഘടിപ്പിച്ചിട്ടുണ്ടെന്നായിരിക്കും. എന്താണെങ്കിലും ഇവരെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇപ്പം നമ്മുടെ ഈ വിഷയം പോലെ തന്നെ എന്താണ് ED ആക്രമിച്ച കേസ് പോലെ തന്നെ ഒന്നിനു പുറകെ ഒന്നായിട്ട് കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ED ആക്രമണം, അതിനെ തുടർന്ന് നമുക്കറിയാം അത് അവരുടെ ഒരു ടെസ്റ്റ് ഡോസായിരുന്നു. അത് പരീക്ഷിച്ച് വിജയിച്ചാൽ
ഈ അക്രമ സി പി എമ്മിൻ്റെ രാഷ്ട്രീയം അക്രമ രാഷ്ട്രീയം തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു നീക്കമായിരുന്നു. ഇപ്പം പണ്ടത്തെ അതുപോലെ കാര്യങ്ങൾ ഏൽക്കുന്നില്ല. ഈ ബ്ലേഡ് പരിപാടി ഇവർക്ക് നടന്നേനും ക്യാമറകൾ ഇല്ലായിരുന്നുവെങ്കിൽ. അത് എല്ലായിടത്തും ക്യാമറയല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? എങ്ങോട്ട് തിരിഞ്ഞാലും ക്യാമറ ആയതുകൊണ്ടാണ് അതുള്ളത്. ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഈ പറഞ്ഞ നേതാക്കൾ, അതായത് ശിവപ്രസാദ്, സഞ്ജീവ്, അതായത് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി, ഇവരടക്കം ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഒന്ന്, ഈ പോലീസുകാരെ ശാരീരികമായിട്ട് മുറിവേൽപ്പിച്ചു, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിച്ചു, അങ്ങനെ നിരവധി ഗുരുതരമായ വകുപ്പുകൾ ഇതിനകത്ത് ചുമത്തി. ഒരു വിഷയമുണ്ട്, ഇനി അവരെ അറസ്റ്റ് ചെയ്ത് കോടതി ഹാജരാക്കുമ്പോഴേ അവിടെ പ്രോസിക്യൂട്ടർ ആരാണെന്നുള്ളത് നോക്കണം. അല്ല, പ്രോസിക്യൂട്ടർ പണി മേടിക്കുമല്ലോ. അല്ല, അതല്ല, ഈ കേസിലും ഇവരൊക്കെ തന്നെയാണ് ഹാജരാകുന്നതെങ്കിൽ ഈ ബ്ലേഡ് കൊണ്ടുവന്നത് ഞങ്ങളല്ല പോലീസാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്രോസിക്യൂഷൻ അവിടെ കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് കൊണ്ടുവന്ന പോലീസുകാരാണെന്ന് പറഞ്ഞാൽ പണിവാളിയില്ലേ. അങ്ങനെയുണ്ട്. എന്താണെങ്കിലും ശരി, SFI നേതാവ് ഒരു പ്രവർത്തകനാണ് അറസ്റ്റ് ആയത്. അതായത് ക്യാമറയിൽ വന്ന ആളാണ്. അതിൽ ഇവരെ ക്യാമറ നോക്കി എല്ലാവരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് വിവരം. എല്ലാം ഭൂരിപക്ഷം പാവപ്പെട്ട ഏതെങ്കിലും വീട്ടിലുള്ള പിള്ളേരായിരിക്കാനാണ് സാധ്യത. കാരണം നേതാക്കന്മാരുടെ മക്കൾ ഇവിടെ അല്ലല്ലോ പഠിക്കുന്നത്. അതെ, അവർ ബാംഗ്ലൂരിലും അതല്ലെങ്കിൽ അമേരിക്കയിലും നോർവേയിലൊക്കെ ആയിരിക്കും പഠിക്കുന്നത്, ജോലിയും അവിടെയാണ്. അതെ, അപ്പം അതുകൊണ്ട് തന്നെ മുൻ മന്ത്രി അപ്പൂപ്പൻ്റെ മക്കളും മോൻ പഠിച്ചത് പോലും സിംഗപ്പൂരിലാണെന്നുള്ള വാർത്ത പുറത്ത് വന്നിരുന്നല്ലോ. അവർക്ക് ഇവിടുത്തെ ഈ ഇത്രയും ബ്ലഡി മലയാളീസിന് അവർക്ക് പുച്ഛമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാവപ്പെട്ട വീട്ടിലെ പിള്ളേരെ കൊണ്ടുവന്ന് ഇരയാക്കുക, പിന്നെ അവൻ ജീവിതകാലം മുഴുവൻ കേസും കൊണ്ട് നടന്നോളും, പിന്നെ അത് തലകൂരാനും പറ്റില്ല, ജോലി കിട്ടാനും പോണില്ല, ഒന്നും സംഭവിക്കുകയില്ല. ഈ നേതാക്കന്മാരുടെ മക്കളെല്ലാം വിദേശത്ത് പോയി അത്യാഡംബരത്ത് ജീവിക്കുമ്പോൾ ഇവരിവിടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ സമരം യുവാക്കളുടെ സമരത്തിന് ആളെ കിട്ടുന്നില്ല. ഒന്നാമത്തെ കാര്യം, കോളേജുകളിൽ ഇപ്പൊ തന്നെ അഡ്മിഷന്റെ സമയമാണ്, ഡിഗ്രി അഡ്മിഷൻ. മിക്ക കോളേജുകളിലും സീറ്റുകൾ ഇഷ്ടംപോലെ ഒഴിഞ്ഞു കിടക്കുക. ആളെ കിട്ടണ്ടേ? അതായത് നമ്മുടെ പരമ്പരാഗത കോളേജുകളുണ്ടല്ലോ, അതായത് ഓട്ടോണമസ് അല്ലാത്തുള്ള കോളേജുകൾ, ഈ കോളേജുകളിൽ ഒന്നും തന്നെ അഡ്മിഷൻ ആളില്ല. ഒരു കോഴ്സിന്, റെഗുലർ കോഴ്സിന് ആളില്ല. ഈ റെഗുലർ കോഴ്സിന് ആളില്ലാത്തത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഈ വിദ്യാർത്ഥി സംഘടനയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഈ വരും തലമുറ രാഷ്ട്രീയക്കാരെ അടവെച്ച് വിരിയിക്കുന്ന സംഭവമായിരുന്നു ഈ കോളേജുകൾ എന്നുള്ളത്. ഇപ്പോൾ +2 അതിൽ നിന്ന് മാറ്റി അതിനുശേഷം ഡിഗ്രി മാത്രമാക്കി. ഈ ഡിഗ്രിയിൽ തന്നെ കുട്ടികൾക്ക് താല്പര്യമില്ല. എല്ലാ കുട്ടികളും ഇപ്പോൾ ഓട്ടോണമസ് അല്ലെ സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങളിൽ പോയി തൊഴിൽ സാധ്യതയുള്ള വിഷയങ്ങൾ പഠിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അല്ല, അതുകൊണ്ട് തന്നെയാണ് വേറെ എന്തെങ്കിലും ജോലിയിട്ട് ജീവിച്ചു പോകണ്ടേ. അതല്ലാതെ നേതാക്കന്മാരെ മക്കളെ പോലെ വ്യവസായ സാമ്രാജ്യമൊന്നും ഉണ്ടാക്കാൻ, അമ്മയുടെ ഗ്രാറ്റുവിറ്റി വാങ്ങിച്ച് വ്യവസായ സാമ്രാജ്യം ഉണ്ടാക്കാനുള്ള സ്ഥിതിയുള്ളവരല്ല ഈ പാവപ്പെട്ട വീട്ടിലെ പിള്ളേർ. അവരെവിടെയെങ്കിലും പോയി പഠിച്ച് അവരുടെ ജീവിതമാർഗം കണ്ടെത്തി രക്ഷപ്പെട്ടു പോട്ടെ എന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ഇവർക്ക് സമരം നടത്താനും ബസ് എത്തിക്കാനും ആളെ കിട്ടാത്തത്. എന്തായാലും ഒന്നിനു പുറകെ ED കേസിന് പിന്നാലെ ഈ SFIയുടെ സഖാക്കളും ജയിലിലേക്ക് പോവുകയാണ്. ഇവന്മാരും ഇനിയും ഇറങ്ങാൻ വളരെയധികം പാടുപെടും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. പാർട്ടിക്ക് വേണ്ടതും പ്രസ്ഥാനത്തിന് വേണ്ട അങ്ങനെയുള്ളവരെയാണ്. നിങ്ങൾ ജയിലിൽ കിടക്കൂ. അല്ല, തികച്ചും ആസൂത്രിതമായിരുന്നു ഈ നീക്കം. അതായത് പോലീസിനെ വരയാൻ ബ്ലേഡുമായിട്ട് വന്നു. ഇതിന് പ്രത്യേക ഗറില്ല വാർഫെയർ കൊടുത്തു കാണും. വിരലിനിടയ്ക്ക് കണ്ണൂരിൽ നിന്നുള്ള സഹാക്കളായിരിക്കും വന്നിട്ടുള്ള പുതിയ രീതിയിലുള്ള ആക്രമണ രീതികൾ പഠിപ്പിക്കാൻ. പോക്കറ്റടിക്കാരുടെ നിലവാരത്തിലേക്ക് SFIക്കാർ പിള്ളേർ തരം താണു എന്നുള്ളതാണ് വിഷയം. ഇത് വിരലിനിടയ്ക്ക് ബ്ലേഡ് വെച്ച് പോന്തി എടുക്കുന്ന പോക്കറ്റടി തന്ത്രമാണ്. മറ്റേ മരുന്നടിക്കാനുള്ള പൈസയ്ക്ക് വേണമെങ്കിൽ ഈ പരിപാടിക്ക് ഇറങ്ങുകയും പോകുന്ന വഴി പോക്കറ്റടിയും കൂടെ ശീലിച്ചാൽ രണ്ടും എളുപ്പമായി. പ്രവർത്തനം നടക്കും, പോക്കറ്റടി നടക്കും, മരുന്നടിയും നടക്കും. എന്താണെങ്കിലും കഷ്ടകാലം തന്നെയാണ് CPMനും അതിൻ്റെ പോഷക സംഘടനയ്ക്ക്. പിണറായി വിജയനാണെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, ഉടുപ്പ് വിട്ടിറങ്ങുന്നു, നിയമസഭയിൽ വന്നിരിക്കുന്നു, കൊച്ചു പിള്ളേരടക്കം വാരി ഉടുക്കുന്നു, ബാക്കി മൊത്തം കേൾക്കുന്നു, പള്ളു മുഴുവൻ കേൾക്കുന്നു, തിരിച്ചു വിക്ഷുബ്ധനായി മറുപടി പറയുന്നു, എല്ലാവരും കൂടെ കൂട്ടത്തിരിക്കുന്നു, ഇറങ്ങിപ്പോകുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, SFIക്കാർ തന്നെയാണ് പോലീസിനെ ആക്രമിച്ചത്. അവർ ബ്ലേഡുമായിട്ട് വന്നു. ആ ബ്ലേഡ് പോലീസ് കണ്ടെടുത്തപ്പോൾ ഇവർ വേറെ കൂട്ടത്തിൽ ഒരുത്തൻ്റെ പുറത്ത് 2 ബ്ലേഡ് വെച്ച് 2 വരയും വരച്ചിട്ട് ഇത് പോലീസ് കീറിയതാണ് എന്ന് പറഞ്ഞ് വെച്ചു. ഇവിടെ പറ്റിപ്പോയി എന്താണെന്ന് വെച്ചാൽ ഷർട്ട് കീറിയില്ല ഇവരുടെ. ഈ ഇതിനകത്ത് ഷർട്ട് ഊരിയിട്ടാണ് ഇത് വെച്ച് വരഞ്ഞത്. എന്താണെങ്കിലും എല്ലാവരും പിടിക്കപ്പെടും. ഇനിയിപ്പോൾ ഇവിടെ തെരുവിലിറങ്ങാൻ പിള്ളേർ പോലും ഇല്ല. ഇനിയിപ്പം പിണറായിയെ പിടിക്കാൻ ED വരുമ്പോൾ ഇനി ആരിറങ്ങി രക്ഷപ്പെടുത്തും? കൊണ്ടുവരും, കാശ് കൊടുത്താൽ പോരെ. അതാണ്, അത് മാത്രമേ നടക്കൂ. എന്താണെങ്കിലും SFIക്കാരെല്ലാം ഒരു കണക്കിന് കരയ്ക്ക് കയറിയിരിക്കുകയാണ്. ഇനി പ്രകടനത്തിന് പോലും ആളില്ലാത്ത വിധത്തിലേക്ക് എല്ലാം അകത്തേക്ക് പോകുന്ന ഒരവസ്ഥയാണ്. ഓപ്പറേഷൻ തൂഫാൻ വരി ഒത്തിരി എണ്ണം അകത്ത് പോയി. അതെ, അതിന് പുറമെയാണ് ഇങ്ങനെ കൂടി പോകുന്നത്. ഏതായാലും സ്വന്തമായിട്ട് ഇവരിൽ പലർക്ക് ബ്ലേഡിൻ്റെ ഉപയോഗം മനസ്സിലാക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടി പാർലർ എന്ന ബോത്തിക്കൊക്കെ തുടങ്ങാം. അവർക്ക് ബ്യൂട്ടി പാർലറും ഒക്കെ തുടങ്ങി ഭാവിയിൽ സ്വസ്ഥമായി ജീവിക്കാം.